നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ബാല്യത്തിന്റെയും യുവത്വത്തിന്റെയും ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനുമായി അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കാം എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. സംസ്ഥാനത്ത് പനിമരണം കുറയുന്നില്ല. തിരുവനന്തപുരത്തും കോഴിക്കോടും ഇന്നലെ ഒരു പനിമരണം. സംസ്ഥാനത്ത് പനി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പാർക്കിൻസൺ രോഗത്തിന്റെ ആരംഭം കുടലിലെ ബാക്ടീരിയയിൽ നിന്നാണെന്ന് കണ്ടെത്തൽ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ബാല്യത്തിന്റെയും യുവത്വത്തിന്റെയും ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനുമായി അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കാം എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകമൊന്നടങ്കം ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. യുവതലമുറ ലഹരികളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തടയണമെന്ന് ഐക്യരാഷ്ട്രസമിതി നിർദ്ദേശിക്കുന്നു. അതിനായി വലിയ ബോധവൽക്കരണ പരിപാടികളാണ് ഇന്നേ ദിവസം ഒരുക്കുന്നത്. അറിഞ്ഞുകൊണ്ട് മരണത്തെ ക്ഷണിക്കുക, ലഹരി ഉപയോഗം എന്നതിന്റെ മറ്റൊരർത്ഥമാണത്. ലഹരി വസ്തുക്കൾക്കെതിരെ വലിയ ബോധവൽക്കരണമാണ് നടക്കുന്നത് എങ്കിൽ കൂടി ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കുറയുന്നില്ല എന്നത് കഷ്ടമാണ്. ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളും. ഇന്നത്തെ അണുകുടുംബത്തിൽ കുട്ടികൾക്കൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യമാണ് പലരും ചൂഷണം ചെയ്യുന്നതും. അതിനാൽ ആരോഗ്യമുള്ള തലമുറയ്ക്കായി അവർക്കായി കാതോർക്കാമെന്നതാണ് ഇത്തവണത്തെ ലഹരി വിരുദ്ധ സന്ദേശം. കൂട്ടുകാരുമൊത്ത് തമാശയ്ക്ക് തുടങ്ങുന്ന ലഹരി ഉപയോഗം പിന്നെ നിയന്ത്രിക്കാനാകാതെ വരുന്നു. അവ മസ്തിഷ്കത്തെയും നാഡീപ്രവർത്തനത്തെയും ബാധിക്കും. പിന്നെ ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ലഹരിമുക്തിയുടെ നല്ല പാഠങ്ങൾ പകർന്നു തരാൻ ഇന്ന് വിദ്യാലയങ്ങളിൽ തന്നെ നിരവധി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെന്ററുകളുണ്ട് എന്നത് ആശ്വാസം. ഇനിയെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പാക്കറ്റിന് മുകളിലെ ദുരന്ത ചിത്രങ്ങൾ കണ്ട് കണ്ണടയ്ക്കാതിരിക്കൂ. ആ ഇരുട്ട് ജീവിതത്തിൽ നിറയാതിരിക്കാൻ, നിങ്ങളും അവരിൽ ഒരാളാകാതിരിക്കാൻ സ്വയം തീരുമാനമെടുക്കാം. ഇനി മുതൽ ലഹരി വസ്തുക്കൾ വേണ്ട. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമായതുകൊണ്ട് തന്നെ ഈ വിഷയമാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായരാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ആദ്യമായി തന്നെ ചോദിക്കട്ടെ, ലഹരി ആസക്തി ഒരു രോഗമാണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ലഹരി ആസക്തി ഒരു രോഗമാണെങ്കിൽ മാത്രമേ അതിനെ ചികിത്സിക്കാൻ പറ്റൂ, അങ്ങനെയുള്ള ഒരു ആളിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റൂ. തീർച്ചയായിട്ടും ലഹരി ആസക്തി ഒരു രോഗം തന്നെയാണ്. അത് ലോകാരോഗ്യ സംഘടന വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലഹരി വസ്തു അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സംഗതി, അതിന് കൃത്യമായൊരു നിർവചനമുണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ മസ്തിഷ്കത്തിലും മറ്റ് ശരീരഭാഗങ്ങളിലും രാസപരിണാമങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഫലമായി ചില ആഹ്ലാദ അനുഭൂതികൾ ജനിപ്പിച്ച് അങ്ങനെ നമ്മളെ അടിമത്വത്തിലേക്ക് നയിക്കുന്ന ഒരു പദാർത്ഥമാണ് ലഹരി വസ്തു. ഈ ഒരു നിർവചനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുകയില ഉൽപ്പന്നങ്ങളെല്ലാം ലഹരി വസ്തുക്കളാണ്, മദ്യം ലഹരി വസ്തുവാണ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ പോലെയുള്ള ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ, കൊക്കെയിൻ, LSD, MDMA ഇത്തരത്തിലുള്ള നിരവധി തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇന്ന് ഉപയോഗത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഇത്തരം ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു എന്നതുകൊണ്ട് അതിനെ നമുക്കൊരു രോഗമായി കണക്കാക്കാൻ പറ്റണമെന്നില്ല. എപ്പോഴാണ് ഈ ലഹരി വസ്തു ഉപയോഗം ഒരു രോഗമായി മാറുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുണ്ട്. 6 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ ലഹരി വസ്തു അടിമത്വം എന്ന രോഗാവസ്ഥയുടേതായിട്ട് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഒന്നാമത്തെ ലക്ഷണം, കൂടുതൽ സമയം ഈ ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള ഒരു ആസക്തി. രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ലഹരി വസ്തു ഉപയോഗിക്കാമല്ലോ എന്നൊരു പ്രതീക്ഷയാണ് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ആളിനെ പ്രേരിപ്പിക്കുന്നത്. ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് ഈ ലഹരി വസ്തു കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രേരണയുടെ പുറത്താണ് ജോലിയും പഠനവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. സദാസമയം ഈ ലഹരിയെക്കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കും മനസ്സിൽ, ലഹരി തരുന്ന ആഹ്ലാദ അനുഭൂതികളായിരിക്കും മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചിന്തയായിട്ട് നിറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം, ഈ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നിയന്ത്രണമില്ലായ്മയാണ്.
ചെറിയ അളവിൽ ഈ ലഹരി ഉപയോഗിച്ചിട്ട് നിർത്തിക്കളയാമെന്ന് വിചാരിച്ച് തുടങ്ങുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ട് ഒരുപാട് നേരം ഒരുപാട് അളവ് ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് ഒരു പഫ് എടുത്തിട്ട് കഞ്ചാവിൻ്റെ ഉപയോഗം നിർത്തിക്കളയാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പക്ഷെ അത് വലിക്കുമ്പോൾ ചില അനുഭൂതികൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് കൂടുതൽ വലിക്കുന്നു. നിരവധി പ്രാവശ്യം ഒരേ ദിവസം തന്നെ നിരവധി പ്രാവശ്യം അത് ഉപയോഗിക്കുന്നു. ദീർഘനേരം അത് ഉപയോഗിക്കുന്നു. അപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിലും ഉപയോഗിക്കുന്ന അളവിൻ്റെ കാര്യത്തിലും നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗത്തിൻ്റെ അളവ് കാലാനുസൃതമായിട്ട് കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപയോഗിച്ചിട്ട് നിർത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു പഫ് അല്ലെങ്കിൽ 2 പഫ് അങ്ങനെ എടുക്കുന്നു. മദ്യമാണെങ്കിൽ 30 ml അല്ലെങ്കിൽ 60 ml ഉപയോഗിക്കുന്നു. ആദ്യത്തെ ഒരാഴ്ച ഇത്രയും ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ആഹ്ലാദാനുഭൂതികൾ കിട്ടുന്നു, അത് മതിയാകും. പക്ഷേ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഇതേ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള അനുഭൂതികളും കിട്ടുന്നില്ല, ഒരു തരത്തിലുള്ള സന്തോഷവും കിട്ടുന്നില്ല, ഒരു തരത്തിലുള്ള ഉന്മേഷവും കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അളവ് കൂട്ടുന്നു. അപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ 2 എണ്ണം വലിക്കുന്നു, 60 ml മദ്യം ഉപയോഗിക്കുന്ന ആൾ 90 ml ആയിട്ട് കൂട്ടുന്നു, കഞ്ചാവിൻ്റെ ഒരു പുക എടുത്തിരുന്ന ഒരാൾ 4 പുകകൾ എടുക്കുന്നു. ഇങ്ങനെ ക്രമമായി ഇതിൻ്റെ അളവ് കൂടി വരികയാണ്. മാസങ്ങൾ കഴിയുന്നതോടുകൂടി രാവിലെ മുതൽ തന്നെ ഇത് ഉപയോഗിക്കുന്ന അവസ്ഥ, ജോലിയെയും പഠനത്തെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ദീർഘനേരം ഇത് ഉപയോഗിക്കുന്ന അവസ്ഥ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് ഈ ലഹരി വസ്തു ഉപയോഗം മാറുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ഈ ലഹരി വസ്തു ഉപയോഗ രോഗത്തിൻ്റെ നാലാമത്തെ പ്രധാന ലക്ഷണം, പൊടുന്നനെ ഈ ലഹരി വസ്തുക്കൾ കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ചില പിൻവാങ്ങൽ ലക്ഷണങ്ങളാണ്. പിൻവാങ്ങൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ലഹരി വസ്തു സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറ് ഈ ലഹരി വസ്തുവുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഈ ലഹരി വസ്തു കിട്ടിയാൽ മാത്രമേ അത് പ്രവർത്തിക്കൂ എന്നൊരു സ്ഥിതിവിശേഷം സംജാതമാവുകയാണ്. പെട്ടെന്നൊരു ദിവസം ലഹരി വസ്തു കിട്ടാതെ വരുമ്പോൾ ആ തലച്ചോറ് ചില പ്രതിഷേധ സൂചനകൾ നൽകും. ഇതാണ് പിൻവാങ്ങൽ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. മിക്കവാറും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളിൽ കാണുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് ഉറക്കക്കുറവാണ്. മദ്യമൊക്കെ സ്ഥിരം വൈകുന്നേരം കുടിക്കുന്ന ഒരാൾ വൈകുന്നേരം മദ്യം കിട്ടിയില്ലെങ്കിൽ ഉറക്കക്കുറവ് കാണും. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിക്കും ചിലപ്പോൾ ഉറക്കം കിട്ടാതെ വന്നേക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഒട്ടും തന്നെ ഉറക്കം കിട്ടില്ല. രാവിലെ ആകുമ്പോൾ വിറയൽ അനുഭവപ്പെടും, കഠിനമായ തലവേദന, ശരീരം വേദന, കണ്ണിൽ നിന്ന് ഈ കണ്ണുനീരിറ്റ് വീഴുക, മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കുറച്ചു നേരം തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, പേശികളിലും അസ്ഥികളിലും അതികഠിനമായ വേദന, തലവേദന, ഇത്തരം ലക്ഷണങ്ങൾ വരും. മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മദ്യം പൊടുന്നനെ നിർത്തി 6 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് അപസ്മാരം വരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ സ്ഥിരമായി മദ്യം ഉപയോഗിക്കുന്ന ചില വ്യക്തികളിലെങ്കിലും അത് നിർത്തി ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ ഒരു സ്ഥലകാല ബോധമില്ലായ്മ വരും. എവിടെയാണ് കിടക്കുന്നതെന്നറിയില്ല, ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, സ്ഥലം തിരിച്ചറിയാൻ പറ്റുന്നില്ല, സമയം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതോടൊപ്പം കഠിനമായ വിറയലും, ഡെലീരിയം ട്രമൻസ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ അപകടകരമായിട്ടുള്ള അവസ്ഥകളാണ്. കാരണം ഈ ഡെലീരിയം ട്രമൻസ് എന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരാൾക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അദ്ദേഹം ചിലപ്പോൾ വാഹനങ്ങളുടെ ഫ്രണ്ടിൽ ചാടിയെന്നിരിക്കും, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ചാടിയെന്നിരിക്കും. അപ്പോൾ സ്വന്തം ജീവന് തന്നെ അപായം വരുന്ന തരത്തിലേക്ക് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ മാറാനും സാധ്യതയുണ്ട്. ഇനി 5ാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു കാര്യവും സന്തോഷം തരുന്നില്ല. പാട്ട് കേൾക്കാനോ TV കാണാനോ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനോ കുടുംബാംഗങ്ങളോടൊപ്പം സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ യാത്ര ചെയ്യാനോ ഇതൊന്നും അദ്ദേഹത്തിന് സന്തോഷം പകരുന്നില്ല. ഇദ്ദേഹത്തിന് സന്തോഷം പകരുന്ന ഒരൊറ്റ കാര്യം ലഹരി ഉപയോഗമാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ ഉടനടി ലഹരിയെ അഭയം പ്രാപിക്കുന്നു. ജീവിതത്തിലെ പരമപ്രധാന വസ്തുവായിട്ട് ഈ ലഹരി വസ്തു മാറുകയാണ് ചെയ്യുന്നത്. ഇനി 6ാമത്തെ ലക്ഷണം, പല ആളുകൾക്കും അറിയാം ഈ ലഹരി ഉപയോഗം ആപൽക്കരമാണെന്ന്. തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഇത് തകർക്കുകയാണ്, ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും നശിപ്പിക്കുകയാണ്, തന്നെ ഒരു രോഗിയാക്കി മാറ്റുകയാണ് ഈ ലഹരി വസ്തു എന്ന് മിക്കവാറും ആളുകൾക്ക് അറിയാം. ഇത് അറിയാമെങ്കിൽ പോലും ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതിൻ്റെ 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 6 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 ലക്ഷണങ്ങളെങ്കിലും പ്രകടമാണ് എങ്കിൽ ആ വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടു, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് പറയാം. ഇനി വേറെ ചില രോഗാവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗം മൂലം ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ഒരു രോഗം വന്ന ഒരു വ്യക്തി
പിന്നീട് ചെറിയ അളവിൽ ലഹരി ഉപയോഗിച്ചാൽ പോലും അതിനെ നമ്മൾ ലഹരിയുടെ അപകടകരമായ ഉപയോഗം അല്ലെങ്കിൽ ഹാംഫുൾ യൂസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. ഉദാഹരണത്തിന് കഞ്ചാവ് വലിച്ച് ചിത്തഭ്രമം വന്ന ഒരു മനുഷ്യൻ ആ രോഗമൊക്കെ ഭേദപ്പെട്ട ശേഷം പിന്നീട് ഒരു പഫ് കഞ്ചാവ് എടുത്താൽ പോലും അത് അപകടകരമായ ലഹരി ഉപയോഗമാണ്. മദ്യം ഉപയോഗിച്ച് കരളിന് സിറോസിസ് ബാധിച്ചൊരു വ്യക്തി പിന്നീട് 30 ml മദ്യം ഉപയോഗിച്ചാൽ പോലും അത് അപകടകരമായ ഉപയോഗമാണ്. അപ്പോൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലഹരി അടിമത്വവും അപകടകരമായ ഉപയോഗം, ഇത് രണ്ടുമാണ് ആ ലഹരി ഉപയോഗം ഒരു രോഗമായി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ലഹരി ഉപയോഗത്തിൻ്റെ ഒരു സ്വീകാര്യത നമ്മുടെ ഈ ഒരു തലമുറയിൽ കൂടി വരുന്നതായി കാണുന്നുണ്ട്. ശരിക്കും ഇതിൽ സോഷ്യൽ മീഡിയയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായിട്ടും പങ്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ പുതിയ തരം ലഹരികളെക്കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ സ്കൂൾ അധ്യാപകർ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ വ്യത്യസ്തമായ ലഹരി വസ്തുക്കളാണ്. ഇപ്പോൾ പശ ഇങ്ങനെ മണപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കർച്ചീഫിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ചാലിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്കടുത്ത് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുക. ജലദോഷം കാരണം എന്തോ ഒരു സാധനം ഇങ്ങനെ ശ്വസിക്കുകയാണ് എന്ന് ആദ്യം തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കണ്ണൊക്കെ ചുമന്ന് വരുന്നു, വിറയ്ക്കുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് എന്തോ ഒരു ലഹരി വസ്തു ആണോ എന്ന് തോന്നുന്നത്. അപ്പോൾ പശ, പെട്രോള്, ഈ വൈറ്റ്നർ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ലഹരി വസ്തുക്കളും സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ പോലും ഉപയോഗിക്കുന്നു. ഇതിനെക്കുറിച്ച്, ഈ പുതിയ തരം ലഹരി വസ്തുക്കളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് കിട്ടുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചില സീക്രട്ട് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടെന്ന് പറയാം. കൗമാരപ്രായക്കാർ അംഗമായിട്ടുള്ള ഇത്തരം സീക്രട്ട് ഗ്രൂപ്പുകളിൽ ഈ പുതിയ ലഹരി വസ്തുക്കളെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, ഇത് കിട്ടുന്ന സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ ഇവർ തമ്മിൽ ആശയവിനിമയം സംഭവിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ നിരീക്ഷണമില്ലാതെ, നിയന്ത്രണമില്ലാതെ, അനിയന്ത്രിതമായി ഒറ്റയ്ക്കിരുന്ന് സോഷ്യൽ മീഡിയ ദീർഘനേരം ഉപയോഗിക്കാൻ അവസരം കിട്ടുന്ന കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ഈ പുതിയ ലഹരി വസ്തുക്കളെക്കുറിച്ച് അവർക്ക് അറിയാൻ സാധിക്കുന്നു. അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ആരൊക്കെയോ ചില ആളുകൾ പുകഴ്ത്തുന്നത് വായിച്ച് അതൊക്കെ ശരിയെന്ന് വിശ്വസിച്ച് അത് പരീക്ഷിക്കാനുള്ളൊരു ത്വരയും അവസരവും ഇവരിൽ കൂടി വരുന്നു. ഈ ഒരു അർത്ഥത്തിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് തന്നെ പറയാം. ഓക്കെ ഡോക്ടർ, ഈ ലഹരി ഉപയോഗത്തിന് അത് കുറയ്ക്കാനായിട്ട് നിലവിൽ എന്തൊക്കെ ചികിത്സകളാണ് നൽകുന്നത്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. നമ്മൾ ചികിത്സ തുടങ്ങുന്നത് പ്രധാനമായിട്ട് 2 അവസരങ്ങളിലാണ്. ഒന്ന്, ലഹരി വസ്തുവിന് അടിമപ്പെട്ട ഒരാളിനെ കിട്ടുമ്പോൾ. ലഹരി വസ്തുവിന് അടിമപ്പെട്ട ആളെന്ന് പറയുമ്പോൾ ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ ദിവസവും അത് ഉപയോഗിക്കുന്നു, അത് കിട്ടിയില്ലെങ്കിൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരുന്നു, അസ്വസ്ഥത വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമുക്ക് കൃത്യമായ ചികിത്സയിലൂടെ, ലഹരി വിമോചന ചികിത്സയിലൂടെ മോചിപ്പിച്ചെടുക്കാം. ഏത് ലഹരി വസ്തുവാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ചികിത്സ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലത്തെ സംഗതി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഠിനമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാം. അതുകൊണ്ട് അത്തരം വ്യക്തികളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കണം. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. ആദ്യഘട്ടത്തിൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ, അതില്ലാതെയാക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഏകദേശം 7 ദിവസം മുതൽ 10 ദിവസം വരെ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് അത്തരം മരുന്നുകൾ ഉപയോഗിച്ചാൽ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ക്രമമായിട്ട് കുറഞ്ഞു വരും. ഉറക്കം ക്രമമാവും, ദേഷ്യപ്രകടനങ്ങൾ, വിറയൽ, സ്ഥലകാല ബോധമില്ലായ്മ, ഇതൊക്കെ മാറും. മദ്യവും സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ, മുൻകാലങ്ങളിൽ മദ്യം നിർത്തിയപ്പോൾ അപസ്മാരമോ സ്ഥലകാല ബോധമില്ലായ്മയോ വന്ന വ്യക്തികളാണെങ്കിൽ അത്തരം വ്യക്തികളെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കുന്നതാണ് അഭികാമ്യം. ഇനി പുകവലി പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ വേണമെന്നില്ല, ഔട്ട് പേഷ്യൻ്റായിട്ട് തന്നെ ചികിത്സിക്കാവുന്നതാണ്. അവിടെയും നമ്മൾ ആദ്യഘട്ടത്തിൽ, ഇപ്പോൾ പുകവലി ഉപയോഗമുള്ള ആളുകൾക്ക് ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നൊരു സംഗതിയുണ്ട്. അതായത് ഈ നിക്കോട്ടിൻ എന്നൊരു വസ്തുവാണ് ഈ പുകയിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി വസ്തു. അപ്പോൾ ഇത് ശ്വാസത്തിലൂടെ കിട്ടുന്നതിന് പകരം ഇത് ചില പ്രത്യേക രീതിയിലുള്ള ഗുളികകളുടെ രൂപത്തിൽ അത് കിട്ടും. നിക്കോട്ടിൻ ലോസേഞ്ചസ് എന്ന് പറഞ്ഞ് വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ചില പച്ച നിറമുള്ള നാരങ്ങാ മുട്ടായി പോലത്തെ സംഗതികൾ. ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ച് അതിൻ്റെ അളവ് ക്രമമായി കുറച്ചുകൊണ്ട് വന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിർത്താവുന്നതാണ്. ഇനി ഈ ലഹരി വസ്തുവിൻ്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറിയ ശേഷം ചികിത്സയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ്. പുനഃപതന പ്രതിരോധ ചികിത്സ, അല്ലെങ്കിൽ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഒരിക്കൽ ലഹരി ഉപയോഗിച്ച് അതിനടിമയായിരുന്ന വ്യക്തി ചികിത്സയിലൂടെ ആ ലഹരി വസ്തു ഉപയോഗത്തിൽ നിന്ന് മോചിതനായി
പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറി. പക്ഷേ ഇദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ പഴയ സാഹചര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. പഴയ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവരിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇദ്ദേഹത്തെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രേരണകളെ എങ്ങനെ അതിജീവിക്കാം, അതാണ് ഈ പുനഃപതന പ്രതിരോധ ചികിത്സയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. 2 രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇവിടെ ഉപയോഗിക്കും. ഒന്ന്, മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. ഈ ലഹരി വസ്തുവിനോടുള്ള ആസക്തി കുറയാൻ സഹായിക്കുന്ന ആസക്തി വിരുദ്ധ ഔഷധങ്ങൾ. ഇപ്പോൾ ബ്രൗൺ ഷുഗർ പോലെയുള്ള സംഗതികൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ പുനഃപതനം പ്രതിരോധിക്കാൻ നാൽട്രക്സോൺ പോലെയുള്ള ചില മരുന്നുകൾ, അത്തരം മരുന്നുകൾ ഒരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ പിന്നീട് ഈ ലഹരി വസ്തുവിനുള്ള ആസക്തി വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നു. മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും ഇത്തരത്തിൽ മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് ആ മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ മദ്യാസക്തിയിൽ നല്ലൊരു കുറവ് വരുന്നുള്ളൂ. അതായത് ഈ 6 മാസത്തിനുള്ളിൽ ഇടയ്ക്ക് ചിലപ്പോൾ ഇവർ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് കുടിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സവിശേഷതയാണ് സുഖം തേടി പോവുക എന്നുള്ളത്. അപ്പോൾ മദ്യത്തിൻ്റെ സുഖം പിടിച്ച ഒരാൾ വീണ്ടും അത് തേടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ ഈ മദ്യം കഴിച്ചതുകൊണ്ട് ഛർദിലോ അങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള പുതിയ മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. ശരിക്കും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ലഹരി വിമുക്ത ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, ഡൈസൾഫറാം എന്നൊക്കെ പറഞ്ഞ ചില മരുന്നുകൾ, ആ മരുന്ന് ഉപയോഗിച്ചിട്ട് മദ്യപിച്ചാൽ ഛർദ്ദിക്കുമായിരുന്നു. അതാണ് പലർക്കും ഭയം. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന പുതിയ മരുന്നുകൾ, ആ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മദ്യപിച്ചാൽ അങ്ങനെ ഛർദിലോ അസ്വസ്ഥതയോ ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇടയ്ക്ക് മദ്യപിച്ചാലും ഈ മരുന്ന് മുടക്കേണ്ട കാര്യമില്ല. മദ്യപിക്കുന്ന ദിവസങ്ങളിലും ഈ മരുന്ന് കൊടുക്കുക തന്നെ ചെയ്യാം. അങ്ങനെ ഒരു 6 മാസം തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ലഹരി വസ്തുവിനോടുള്ള ഒരു ആസക്തി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. ഇനി കഞ്ചാവ്, LSD, കൊക്കൈൻ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ചിത്തഭ്രമ ലക്ഷണങ്ങൾ വരാം. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയും. കാരണം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും. അതൊരു പരിധിക്ക് മുകളിലേക്ക് കൂടിയാൽ ചെവിയിൽ അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെ തോന്നും. ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നു എന്ന മട്ടിലുള്ള സംശയങ്ങൾ തോന്നും. ഇതിനെയാണ് ലഹരിജന്യ ചിത്തഭ്രമം എന്ന് പറയുന്നത്. ഈ ലഹരിജന്യ ചിത്തഭ്രമം വന്ന വ്യക്തികൾക്ക് തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. ആൻറ്റിസൈക്കോട്ടിക്സ് അല്ലെങ്കിൽ ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങൾ. ആ മരുന്നുകൾ കൊടുത്ത് ആ ചിത്തഭ്രമ ലക്ഷണങ്ങളെ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും നാൾ ഈ ചികിത്സ തുടരണം. 1 മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഉപയോഗം നിന്നു, ഇനി ചികിത്സ ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ച് ചികിത്സ നിർത്തുമ്പോഴാണ് പലപ്പോഴും വീണ്ടും അയാൾ ആ ലഹരി ഉപയോഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. 6 മാസം മുതൽ 9 മാസം വരെ ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് വിമോചനത്തിനുള്ള ചികിത്സ തുടരണം. ഡോക്ടർ പറയുന്നവരെ ആ ചികിത്സ തുടരേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് വ്യക്തികളെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കൂ. ഓക്കെ ഡോക്ടറെ, ഇപ്പോഴത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ ഈ ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്നു. മാത്രമല്ല സ്ത്രീകളിലും കാണപ്പെടുന്നു കൂടുതലായി. ശരിക്കും ലഹരിയുടെ ഉപയോഗത്തിൽ സമീപകാലത്തായി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ലഹരി ഉപയോഗത്തിൻ്റെ തോതിൽ അടുത്ത കാലത്ത് വന്ന പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ താങ്കൾ സൂചിപ്പിച്ച പോലെ, ഒന്ന്, കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നു എന്നുള്ളതാണ്. മദ്യമാണെങ്കിൽ ഏകദേശം 13 വയസ്സിൽ തന്നെ മദ്യപാന ശീലം തുടങ്ങുന്നതായിട്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഞാൻ തൊട്ടു മുൻപേ പറഞ്ഞതുപോലെ മദ്യമോ കഞ്ചാവോ അല്ലാത്ത തരം ലഹരി വസ്തുക്കൾ, ഈ വൈറ്റ്നർ, ഗ്ലൂവ്, പെട്രോള്, ഇങ്ങനെ പലതരം സാധനങ്ങൾ മണപ്പിക്കുന്നത്, ഈ ലഹരി വസ്തുക്കൾ വലിയ അപകടകാരികളല്ലെങ്കിൽ പോലും ഇതിനെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാതിൽ സ്വഭാവമുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള പ്രവണത വരും. പിന്നെ സിഗരറ്റിലേക്ക് മാറും, പിന്നെ കഞ്ചാവ്, പിന്നെ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇങ്ങനെ കൂടി വരുന്നതായിട്ട് അടുത്ത കാലത്ത് കാണുന്നുണ്ട്. വനിതകളുടെ ഇടയിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അടുത്ത കാലത്ത് കൂടി വരുന്നത്, പ്രത്യേകിച്ച് ശാക്തീകരിക്കപ്പെട്ട വനിതകൾ എന്ന് പറയുന്ന തൊഴിലും വരുമാനവും ഒക്കെയുള്ള വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ. അപ്പോൾ IT മേഖലയിലും അത്തരം പല മേഖലകളിലും പാർട്ടികളും മറ്റും ഉണ്ടാവാറുണ്ട്. ആ പാർട്ടികളിൽ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും പുരുഷന്മാർ ഉപയോഗിക്കുന്ന പോലെ സ്ത്രീകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ത്രീകളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. കാരണം സ്ത്രീകൾ ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീ പുകവലിക്കുകയോ കഞ്ചാവ് വലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്താൽ വളരുന്ന കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലോകത്തിൽ ഈ ആൺ പെൺ വ്യത്യാസം കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായി
ഈ ഒരു അനാരോഗ്യകരമായ ഒരു സംഗതി എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്ത്രീകളിലും കൂടി വരുന്നുണ്ട്. കുട്ടികളിൽ ഇതിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട്. കുട്ടികളെ ലഹരി വസ്തു കച്ചവടത്തിനുള്ള ഏജൻറ്റുകളാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥിതി ഇന്ന് നിലവിലുണ്ട്. പലപ്പോഴും വീട്ടിൽ മേൽനോട്ടം ലഭിക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വളരെ മോശമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇത്തരം കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രതിഫലമായിട്ട് ലഹരി വസ്തുക്കൾ നൽകി ഈ ലഹരി വസ്തു കച്ചവടത്തിന് ഇവരെ ഉപയോഗിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ പോയി ലഹരി വസ്തുക്കൾ കൊടുക്കാൻ ഈ കൊച്ചുകുട്ടിയാണ് ഉപയോഗിക്കുന്നത്. 14-15 വയസ്സുള്ളൊരു കുട്ടിയായതുകൊണ്ട് അവൻ ചെയ്യുന്ന കുറ്റകൃത്യമാണെങ്കിൽ പോലും അതിൻ്റെ ശിക്ഷ വളരെ ലഘുവായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അവരെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് ഇവർക്ക് ഇതേ ലഹരി വസ്തു തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനവും നിലവിലുണ്ട്. ഇത്തരം പ്രവണതകളാണ് അടുത്ത കാലത്ത് ലഹരി വസ്തു ഉപയോഗവുമായി ബന്ധപ്പെട്ട് വളരെ അനാരോഗ്യകരമായ പ്രവണതകളായിട്ട് നമ്മുടെ മുൻപിലുള്ളത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ തടയാം? ഇത് തടയാനായിട്ട് കുറേ മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കുടുംബത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, ഇന്നത്തെ സന്ദേശം തന്നെ പ്രധാനമായിട്ട് അതാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കാം. കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും പറയാനുള്ളത് കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. അരമണിക്കൂർ സമയമെങ്കിലും അവർക്ക് വേണ്ടി ചെലവഴിക്കണം. ദിവസേന സ്കൂളിൽ നടന്ന വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അവർ ചോദിക്കുന്ന സംശയങ്ങൾ നിവർത്തി വരുത്തി കൊടുക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ലഹരി വസ്തുവിലേക്ക് ഈ കുട്ടി ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുണ്ട്. മറിച്ച് നമ്മളൊരു കുട്ടികളുമായി ഒരു വലിയൊരു അകൽച്ചയിലേക്ക് പോയാൽ കുട്ടികൾ മറ്റാരോടെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. അവർ ചിലപ്പോൾ ലഹരി വസ്തു നല്ലതാണെന്നൊരു തെറ്റായ സന്ദേശം നൽകിയാൽ അതിലേക്ക് കുട്ടികൾ പോകാൻ സാധ്യതയുണ്ട്. 2, വീട്ടിൽ വെച്ച് മുതിർന്ന വ്യക്തികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കുട്ടികളുടെ മുൻപിൽ വെച്ച് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. 3, വീട്ടിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കരുത്. പലപ്പോഴും ഈ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ വീട്ടിൽ അവർക്ക് ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം കൊടുക്കുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് അതോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കുക. അവരെ വെറുതെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു സ്ഥിതി ഒഴിവാക്കണം. അച്ഛനമ്മമാർ തമ്മിലുള്ള സംഘർഷങ്ങളും കുട്ടികളുടെ മുൻപിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി സ്കൂളിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. സ്കൂളിൽ ഇപ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പല കുട്ടികളും ലഹരി ഉപയോഗം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ നിർബന്ധിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്കിത് വേണ്ട, എന്നെ നിർബന്ധിക്കണ്ട എന്ന് ദൃഢമായി പറയാനുള്ള അസർട്ടീവ്നെസ് അല്ലെങ്കിൽ സ്വഭാവ ദൃഢത കുട്ടികളെക്ക് പരിശീലനത്തിലൂടെ വികസിപ്പിച്ചുകൊണ്ട് വരാം. ഇതിനുവേണ്ടി ജീവിത നിപുണതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു സംഗതി എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്കും നടപ്പിലാക്കണം. അതിലെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഈ നോ പറയാനുള്ള കഴിവ്. ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അവൻ ഒരു മോശമായ കാര്യത്തിന് ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിച്ചാൽ ഇത് എന്നെക്കൊണ്ട് സാധ്യമല്ല, ഞാനിതിനില്ല എന്ന് മുഖത്ത് നോക്കി പറയാനായിട്ട് കുട്ടികൾക്ക് കഴിയണം. ആരോഗ്യകരമായ വിനോദമാർഗ്ഗങ്ങൾ കുട്ടികൾക്കുണ്ടാവണം. കായിക വ്യായാമങ്ങൾ നിർബന്ധിതമാക്കണം. മറ്റ് സഞ്ചാരങ്ങളും വായനയും മറ്റ് ആഹ്ലാദകരമായ സംഗതികളിലേക്ക് കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ അവർ ഈ ലഹരികളിലേക്ക് വരാനുള്ള സാധ്യത കുറയും. ഇത്രയും കാര്യങ്ങൾ ഇതോടൊപ്പം കർശനമായ നിയമപരമായ നിയന്ത്രണവും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ഈ ഒരു ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് ഫലപ്രദമായിട്ട് നമുക്ക് തടയാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമായതുകൊണ്ട് തന്നെ ഈ വിഷയമാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായരാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ഇടവേള. സമൂഹം കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു. കുറ്റവാളികൾ സമൂഹത്തെ സംഹരിക്കുന്നു. അന്ന് സൗമ്യ, ഇന്നലെ ജിഷ, നാളെ ഇനി ആര്? മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ജാഗ്രത. ജാഗ്രത. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. പനിക്കാലത്ത് അകാരണമായി അവധിയെടുക്കുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനത്ത് പനി നിയന്ത്രണ വിധേയമാണെന്നും ഭീതിയുളവാക്കുന്ന അവസ്ഥയില്ലെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് പനി അവലോകന യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പാർക്കിൻസൺ രോഗത്തിന്റെ ആരംഭം കുടലിൽ നിന്നാണെന്ന് കണ്ടെത്തൽ. പാർക്കിൻസൺ രോഗത്തിന് കാരണമാകുന്ന തലച്ചോറിലെ തകരാറുകൾക്ക് പിന്നിൽ
കുടലിലെ ബാക്ടീരിയകളാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ബാക്ടീരിയ ആക്രമണം കാരണം തലച്ചോറിന് ക്രമേണ നാശം സംഭവിക്കുകയും ഇത് രോഗികളുടെ ചലനശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. രോഗചികിത്സയിലേക്കുള്ള പുതുവഴികൾ തുറക്കുന്നതാണ് പുതിയ പഠനം. എലികളിലാണ് ഇത് സംബന്ധിച്ച പരീക്ഷണം നടത്തിയത്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. സെൽ എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ബാല്യത്തിന്റെയും യുവത്വത്തിന്റെയും ആരോഗ്യത്തിനും സുരക്ഷിതത്തിനുമായി അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കാം എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. സംസ്ഥാനത്ത് പനിമരണം കുറയുന്നില്ല. തിരുവനന്തപുരത്തും കോഴിക്കോടും ഇന്നലെ ഒരു മരണം. സംസ്ഥാനത്ത് പനി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പാർക്കിൻസൺ രോഗത്തിന്റെ ആരംഭം കുടലിലെ ബാക്ടീരിയയിൽ നിന്നാണെന്ന് കണ്ടെത്തൽ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.